അങ്ങനെ അവിടങ്ങളിലും പണി തുടങ്ങി. അമേരിക്കയിൽ ടെസ്ല കാർ കത്തിച്ചു. ഇസ്രയേലിലാകട്ടെ ഗസയിൽ ആക്രമണം തുടങ്ങിയതിനെതിരെ അവിടെ ശക്തമായ പ്രതിഷേധവും തുടങ്ങി. രാജ്യത്തിനു വേണ്ടിയാണോ സ്വന്തം കസേര സംരക്ഷിക്കാനാണോ ഇത് ചെയ്യുന്നത് എന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ചോദ്യം. രണ്ടിടങ്ങളിലും ഇത്തരം ആഭ്യന്തര പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് ഒരു അപൂർവ സാഹചര്യത്തിലാണ്. അമേരിക്കയിൽ സാധാരണ ആഭ്യന്തര പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ഉണ്ടാവുന്നത് ഈ വംശീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ബ്ലാക്ക് മാറ്റേഴ്സ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായി. കറുത്ത വർഗ്ഗക്കാരെ ആക്രമിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെയാണ് അമേരിക്കയിൽ കണ്ടിട്ടുള്ളത്. ഭരണകൂടങ്ങൾക്കെതിരെ അത്രമേലുള്ള പ്രതിഷേധങ്ങൾ അധികമായി അവിടെ ഉണ്ടാവാറില്ല. കാരണം അവർ ലോകത്ത് മുഴുവൻ കുഴപ്പങ്ങളുണ്ടാക്കുമ്പോഴും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ വികാരങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ മാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് ജി വന്നതിന് ശേഷം അദ്ദേഹവും എലോൺ മസ്ക് ജിയും ചേർന്ന് അവിടെ കൊടിയ പരിഷ്കാരങ്ങളാണ് നടത്തുന്നത്. സംഗതി മുട്ടയില്ലാത്ത പ്രശ്നം വലിയ ഗൗരവമായുണ്ട്. അതിൻ്റെ കൂടെയാണ് ആഭ്യന്തര ചെലവുകൾ ചുരുക്കുന്നതിന് ഡോജ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ തലവനായി എലോൺ മസ്കിനെ പ്രതിഷ്ഠിച്ചത്. അദ്ദേഹം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളെ പിരിച്ചുവിടുന്നത് പോലെ എല്ലാ ആളുകളെയും വെറും ഇമെയിലിൽ മാത്രം പിരിച്ചുവിടാൻ തുടങ്ങിയതും മറ്റ് പല അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ചെലവുകൾ വെട്ടിക്കുറച്ചതും ഒക്കെ അവിടെ പ്രതിഷേധത്തിന് കാരണമായി. ഈ പ്രതിഷേധം നേരെ തിരിയുന്നത് മസ്കിൻ്റെ കയ്യിൽ കിട്ടുന്ന ഉപകരണമായ ടെസ്ലയ്ക്ക് നേരെയാണ്. ബാക്കി ശൂന്യാകാശവും ബഹിരാകാശവും ഒന്നും അവർക്ക് തൊടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ടെസ്ല കാറ് കത്തിച്ചാണ് പ്രതിഷേധക്കാർ രംഗത്തിറങ്ങിയത്. ഈ പോക്ക് പോയാൽ അധികം താമസിയാതെ ഈ ട്രംപിൻ്റെയും മസ്കിൻ്റെയും നടപടികൾ കൊണ്ട് വലയുന്ന തദ്ദേശീയരായ നാട്ടുകാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന കാഴ്ച അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാഴ്ചയായിരിക്കും. പിന്നെ അമേരിക്കയുടെ ഒക്കച്ചങ്ങായിയായ ഇസ്രയേലിലാണ് അടുത്ത വൻ പ്രതിഷേധം നടന്നത്. സമാധാന കരാറൊക്കെ ഉണ്ടാക്കി ബന്ദികളെ പരസ്പരം കൈമാറ്റം ചെയ്ത് ഇനിയും ബന്ദികളെ മോചിപ്പിക്കാനിരിക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ അവിടെ നിന്ന് ഗസയിൽ നിന്ന് സൈനികരുടെ പിൻവലിക്കൽ എന്ന് പറയുന്ന ആവശ്യം ഉന്നയിച്ചാണ് ഈ രണ്ടാം ഘട്ട തർക്കം രൂക്ഷമായത്. അതിനിടയിലാണ് ഇസ്രയേൽ കനത്ത ആക്രമണം ഗസയിൽ നടത്തി ഏതാണ്ട് 500ഓളം മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തയിൽ വരുന്നത്. ഏതായാലും ആ സംഭവത്തോടുകൂടി ഇസ്രയേലിൽ പ്രതിഷേധം കടുത്തു. കാരണം ഇപ്പോൾ ഈ നടത്തുന്നത് രാജ്യത്തിന് വേണ്ടിയാണോ അതോ സ്വന്തം കസേര സംരക്ഷിക്കാനാണോ എന്നാണ് പ്രതിഷേധക്കാർ ചോദിക്കുന്നത്. പണ്ട് നിശാപരിപാടിയിൽ ആക്രമണമുണ്ടായതിൻ്റെ പ്രതികാരമെന്നോണം തിരിച്ചടിക്കുന്നതിന് ഒരു ന്യായമുണ്ടായിരുന്നു. ഇപ്പോൾ സമാധാനത്തിലേക്കെത്തി എല്ലാം പരിഹരിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ ഇനിയും ബന്ദികളെ വിടാനിരിക്കെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് ഒരു കാരണവശാലും രാജ്യത്തിന് വേണ്ടിയല്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അത് സ്വന്തം കസേര സംരക്ഷിക്കാനാണത്രേ. കാരണം ഈ തർക്കം ഇതുപോലെ നിലനിർത്തിയില്ലെങ്കിൽ അഴിമതി കേസിലും മറ്റും കുടുങ്ങിയിരിക്കുന്ന നെതന്യാഹുവിന് വേറൊരു മാർഗമില്ലാതെ വരും. അതുകൊണ്ടാണ് ഇപ്പോഴിത് തുടങ്ങിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും രണ്ടിടങ്ങളിലും ഈ പറഞ്ഞ പ്രതിഷേധം ശക്തമാകുന്നു എന്നാണ് വാർത്തകൾ കാണുന്നത്.